Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മൾ വില്ലേജ് വേസ്റ്റ് അല്ലെ നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക് വരെ എത്തി അല്ലേ? Yes, ma'am. നിങ്ങൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനും എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതും കൂടെ എടുത്തേര്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഭാഗം എടുക്കാം. വില്ലേജ് വേസ്റ്റ് വായിച്ചു നോക്കി കാണും അല്ലെ? ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായുള്ളൂ, പിന്നെ വലിയ പ്രശ്നമില്ലാത്ത ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടു അല്ലെ? വ്യത്യസ്ത തരത്തിലുള്ള വേസ്റ്റുകൾ എന്താണെന്നുള്ളതും അതേമാതിരി തന്നെയുള്ള കുറച്ച് റൂൾസുകൾ അല്ലെ, റെഗുലേഷൻ ആക്ടുകളൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടു. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത് എന്താണ്? നമ്മുടെ ഈ ഒരു വില്ലേജ് വേസ്റ്റിന്റെ ഇപ്പോഴത്തെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ ഉണ്ടോ എന്നല്ലേ? നമ്മൾ വേസ്റ്റ് കൈകാര്യം ചെയ്ത് എപ്പോഴും നമുക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ വേസ്റ്റ് കൈകാര്യം ചെയ്യാനാണെങ്കിലും അതിൻ്റെതായ ഒരു മിനിറ്റ്. സോറി, ശരിയാ. എന്തായാലും നോക്കാം. എന്താണ് നമ്മൾ കണ്ടായിരുന്നോ? എന്താണ് വില്ലേജ് വേസ്റ്റിന്റെ അല്ലെ? അതിന്റെ അവസാനം ഈ ഒരു വേസ്റ്റ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. അതിൽ കുറച്ച് ടെക്നിക്സ് പറയുന്നുണ്ട്. ഈ വേസ്റ്റുകൾ അല്ലെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന വ്യത്യസ്ത തരത്തിലുള്ള ടെക്നിക്കുകളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ആണ്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ടെക്നിക്കില് ഫസ്റ്റ് ടെക്നിക്ക് പറയുന്നത് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ആണ്. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജീസ് ആർ ബീയിങ് awarded ടു ഹാൻഡിൽ ഡേഞ്ചറസ് വേസ്റ്റ് സേഫ്ലി ആൻഡ് സ്കിൽഫുള്ളി. അതായത് ഇവിടെ awarded എന്നുള്ള ആ ഒരു പദം നിങ്ങൾ നീക്കിയത് ഡെവലപ്ഡ് എന്നാണ്. ഡെവലപ്ഡ്, ബീയിങ് ഡെവലപ്ഡ്. ഓക്കെ, ക്ലിയർ ആണല്ലേ? ബോർഡ് എന്നുള്ള ആ ഒരു വേർഡ് മാറ്റിയിട്ട് ഡെവലപ്ഡ് എന്നുള്ള വേർഡ് ആക്കിയത്. റോബോട്ടിക് ഓട്ടോമേഷനിൽ പറയുന്നത് എന്താണ്? നമ്മുടെ വേസ്റ്റുകൾ അല്ലെ, നമ്മുടെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകള് അത് നമ്മൾക്ക് സേഫ് ആയിട്ട് തന്നെ വളരെ കഴിവുറ്റ രീതിയിൽ തന്നെ റോബോട്ടിക് ഓട്ടോമാറ്റിക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. അതെങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത് പറയുന്നത്? ദിസ് ക്യാൻ ഹെൽപ്പ് ലെസൺ ദ റിസ്ക് ഓഫ് എക്സ്പോഷർ ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് മേക്ക് ബെറ്റർ ദ അക്യുറസി ആൻഡ് സ്പീഡ് ഓഫ് വേസ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ. നമുക്കറിയാം റോബോട്ടുകളെ വെച്ചിട്ട് ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ എന്താണ്? അവര് നിശ്ചിത സമയം കൊണ്ട് അല്ലെ, പേഴ്സൺ വർക്ക് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിലി അവരവരെ വർക്ക് ചെയ്യും അല്ലെ. സ്പീഡിൽ തന്നെ ആ വേസ്റ്റുകളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് എവിടേക്കെങ്കിലും പിക്ക് ചെയ്തിട്ട് നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഹസാർഡ് വേസ്റ്റ് ലേബൽ ചെയ്തിരിക്കുന്ന ഓരോ ബിന്നിലേക്ക്, ഓരോ കണ്ടെയ്നേഴ്സിലേക്ക് നിക്ഷേപിക്കാനായിട്ട് റോബോട്ടുകളെ ഏർപ്പെടുത്തി അവരെന്ത് ചെയ്യും? അത് സ്പീഡിൽ തന്നെ അത് കളക്ട് ചെയ്തിട്ട് അതാത് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കും. അത് അങ്ങനെ അവർ കളക്ട് ചെയ്യുന്നത് എന്താണ്? സ്പീഡിൽ മാത്രമല്ല ആക്യുറസിയോട് കൂടിയിട്ട്, കൃത്യതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുമെന്നാണ് പറയുന്നത്.
ഓക്കെ, റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. അപ്പൊ റോബോട്ടിക് ഓട്ടോമേഷൻ ഉപയോഗിച്ചിട്ട് വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യാനായിട്ട് അതിനെ ഉപയോഗിക്കാം. അങ്ങനെ അവര് കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് സ്പീഡിലും അതേമാതിരി തന്നെ എന്താണ് ആക്യുറസിയോട് കൂടിയിട്ട് കൃത്യതയോട് കൂടിയിട്ടും അവര് കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്താന്നുള്ളത്? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബയോറെമഡിയേഷൻ. ബയോറെമഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് ടെക്നോളജി യൂസസ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ടു ബ്രേക്ക് ഡൗൺ ഡേഞ്ചറസ് വേസ്റ്റ്. അതായത് നാച്ചുറലി ആയിട്ട് നമുക്കറിയാം പ്രകൃതിയിൽ ലയിച്ചു പോകാവുന്ന രീതിയിൽ അല്ലെ, ലയിച്ചു പോകാവുന്ന രീതിയിൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദിസ് ക്യാൻ ബി ആൻ എഫക്റ്റീവ് ആൻഡ് എൻവയൺമെന്റ് ഫ്രണ്ട്ലി അപ്രോച്ച് ടു വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സ് അതനുസരിച്ചിട്ട് എന്താണ് നമ്മുടെ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ സൂക്ഷ്മ ജീവികളെ കൊണ്ടൊക്കെ നമുക്കറിയാം ഇപ്പോ എന്താണ് ഫംഗസും കാര്യങ്ങളല്ലേ, സൂക്ഷ്മാണുക്കളെ കൊണ്ട് തന്നെ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കളെ അതിനെ ഘടകങ്ങളാക്കി തന്നെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ ജൈവ മിശ്രിതമാക്കി അല്ലെ, നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന മിശ്രിതമാക്കി അതിലേക്ക് ലയിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ബയോറെമഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബയോറെമഡിയേഷൻ എന്ന് പറയുന്നത് ദിസ് ടെക്നോളജി യൂസസ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ടു ബ്രേക്ക് ഡൗൺ ഡേഞ്ചറസ് വേസ്റ്റ്. ഡേഞ്ചറസ് വേസ്റ്റിനെ എന്താണ് അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെ, നമ്മള് വൈറസും കാര്യങ്ങളൊക്കെ അല്ലെ, ബാക്ടീരിയകൾ എന്തെങ്കിലുമൊക്കെ വൈറസുകൾ എന്തെങ്കിലുമൊക്കെ അതിലേക്ക് നിക്ഷേപിച്ച് സൂക്ഷ്മ ജീവികളൊക്കെ നിക്ഷേപിച്ചിട്ട് ആ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ എന്താണ് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്തതിന് ശേഷം അതിനെ ആ വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ, നമ്മൾ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയാണ് ബയോറെമഡിയേഷനിൽ ചെയ്യുന്നത്. അപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അല്ലെ, ശാസ്ത്രീയമായ രീതിയിൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലേക്ക് വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണ് ബയോറെമഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് പ്ലാസ്മ ഗാസിഫിക്കേഷൻ. ARC എന്നുള്ള ആ വേർഡും വെട്ടിക്കളഞ്ഞേരെ. പ്ലാസ്മ ഗാസിഫിക്കേഷൻ. പ്ലാസ്മ ഗാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ പ്രോസസ് ദാറ്റ് യൂസസ് ഹൈ ടെമ്പറേച്ചേഴ്സ് ടു ബ്രേക്ക് ഡൗൺ അൺസേഫ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് സ്പില്ലേജ് വേസ്റ്റ് ഇൻടു ഇറ്റ്സ് കൺസ്റ്റിറ്റ്യൂട്ടഡ് കമ്പോണൻസ്. അതായത് നമുക്ക് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കരിയില അല്ലെ, നമ്മൾ ഇലകളും ചവറുകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളുള്ള അവർക്കറിയാം എന്താണ് എല്ലാം കൂടി അടിച്ചു കൂട്ടിയൊക്കെ തീയിട്ട് അല്ലെ അതിനെ നശിപ്പിക്കും. അങ്ങനെ നശിപ്പിച്ച് കഴിയുമ്പോൾ എന്താണ് കുറച്ച് ചാരമായിട്ട് അവശേഷിക്കും അതല്ലേ. അപ്പം അങ്ങനെ തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. എന്താണ് ചൂട് കൊടുത്ത് അല്ലെ, ടെമ്പറേച്ചർ കൊടുത്തിട്ട് ആ ഒരു വേസ്റ്റിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. നോക്കാം, ഇൻക്ലൂഡിംഗ് വില്ലേജ് വേസ്റ്റും അങ്ങനെ ചെയ്യാം. ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് കമ്പോണൻസ് അല്ലെ, അതിൽ എല്ലാ തരത്തിലുള്ള കമ്പോണൻസ് ഉൾപ്പെട്ടിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നത്. ദിസ് ടെക്നോളജി ക്യാൻ മിനിമൈസ് ദ വോളിയം ഓഫ് വേസ്റ്റ്, ലെസൺ ദ റിസ്ക് ഓഫ് എക്സ്പോഷർ ടു ഡേഞ്ചറസ് സബ്സ്റ്റൻസസ് ആൻഡ് റീഗെയിൻ വാല്യുബിൾ മെറ്റീരിയൽസ് ഫോർ റീയൂസ്. അപ്പൊ നമ്മൾ അങ്ങനെ കത്തിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും മെറ്റൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്ന അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്രദമാക്കാൻ പറ്റുകയും ചെയ്യും. വലിയ ഒരു വേസ്റ്റുകളെ എന്താണ് നമുക്ക് ലഘൂകരിച്ചു കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ പ്ലാസ്മ ഗാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിലൂടെ ടെമ്പറേച്ചർ ആണ് ഈ ഒരു വലിയ വസ്തുക്കളെ വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോഴെന്താണ് വലിയ വേസ്റ്റിനെ അതിന്റെ വോളിയം അല്ലെ അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് നമുക്കറിയാം വലിയ ബിഗ് വേസ്റ്റിനെയാണ് ടെമ്പറേച്ചർ കൊടുത്തത്. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, ചവറ് കത്തിച്ച് കഴിയുമ്പോൾ അത് കുറച്ച് ചാരമായിട്ട് മാറുന്നു. വീണ്ടും റീയൂസബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുള്ളത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദിസ് ടെക്നോളജി ക്യാൻ മിനിമൈസ് ദ വോളിയം ഓഫ് വേസ്റ്റ്, ലെസൺ ദ റിസ്ക് ഓഫ് എക്സ്പോഷർ ടു ഡേഞ്ചറസ് സബ്സ്റ്റൻസസ് ആൻഡ് റീഗെയിൻ വാല്യുബിൾ മെറ്റീരിയൽസ് ഫോർ റീയൂസ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. നമുക്ക് വേസ്റ്റ് കൃത്യമായിട്ട് തന്നെ അല്ലെ തരംതിരിക്കാനായിട്ട് നമുക്ക് റോബോട്ടിന്റെ സഹായം തേടാം. ബയോറെമഡിയേഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ് പ്ലാസ്മ ഗാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൊടുത്തിട്ട് ചൂട് കൊടുത്തിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മൂന്നെണ്ണം. ലാസ്റ്റ് സെന്റൻസ് നോക്കാം.
lessen the risk of exposure to dangerous substances. This technology can minimize the volume of waste. ആദ്യം തന്നെ അല്ലെ ആ ഒരു വേസ്റ്റ് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. വലിയൊരു വേസ്റ്റിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തിട്ട് കത്തിച്ച് നശിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് മിനിമൈസ് ചെയ്ത് വേസ്റ്റ് എന്ന് പറയുന്ന ചാരം നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഇവിടെയുമാണെങ്കിൽ വേസ്റ്റ് വരുമ്പോൾ കുറച്ച് അല്ലെ കത്തിച്ച് നശിപ്പിച്ച് കഴിയുമ്പോൾ അതിന്റെ വോളിയം കുറഞ്ഞു വരും. Then listen the risk of exposure to dangerous substances. അതിന്റെ റിസ്കുകൾ എന്ന് പറയുന്നതും അല്ലെ നമുക്ക് ശ്രദ്ധിക്കപ്പെടാനായിട്ട് സാധിക്കും. അതിന്റെ എത്രത്തോളം റിസ്കുകൾ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് അല്ലെ. ഇനിയും ഉള്ള ഡേഞ്ചറസ് വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് കൈകാര്യം ചെയ്യുന്നിടത്ത് തിരിച്ചു കളയാൻ. അതായത് കത്തി പോവാത്ത അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പിന്നെ ചെയ്താൽ മതി അല്ലെ. വലിയൊരു വോളിയത്തിന് നമ്മൾ ലഘൂകരിച്ചു വീണ്ടും കത്തിപ്പോകാത്ത വസ്തുക്കളെയാണ് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. അതിന്റെ റിഗെയിൻ വാല്യുബിൾ മെറ്റീരിയൽസ് ഫോർ യൂസ്. അതിൽ വാല്യുബിൾ ഉണ്ടായെങ്കിൽ അല്ലെ മൂല്യമുള്ളത് ഉണ്ടായെങ്കിൽ വീണ്ടും യൂസ് ചെയ്യാനും സാധിക്കും എന്നുള്ളത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഗ്രീൻ കെമിസ്ട്രി. എന്താണ് ഗ്രീൻ കെമിസ്ട്രി? ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താ പറയാ, പാരിസ്ഥിതിക തന്ത്രം അല്ലെ, പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള തന്ത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. Green chemistry is an approach to chemical design and production that aims at reducing the use and generation of dangerous substance. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാണെങ്കിൽ എളുപ്പം പറ്റുമെന്ന് തോന്നുന്നു. അതായത് ഇതില് നമ്മൾ എന്തെങ്കിലും കെമിക്കൽസ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ആ കെമിക്കൽസ് വീണ്ടും അല്ലെ വേസ്റ്റ് ആയിട്ട് വരുമ്പോൾ ധാരാളം കെമിക്കൽസ് വീണ്ടും ബാലൻസ് ആയിട്ട് വരും അല്ലെ, വേസ്റ്റ് ആയിട്ടും വരും. അതേസമയം പ്രകൃതിക്ക് ഇണങ്ങുന്ന സാധനങ്ങളാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൈകാര്യം. ഹോസ്പിറ്റലാകുമ്പോൾ വ്യത്യസ്ത കാര്യങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു പൗഡർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സോപ്പ് ആണെങ്കിലും അതിൽ എത്രത്തോളം കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ട് അല്ലെ. എന്ന് പറഞ്ഞ മാതിരി തന്നെ ഹോസ്പിറ്റലിലാവുമ്പോഴും അവിടെ ഉപയോഗിക്കുന്ന ഓരോ അസംസ്കൃത വസ്തുക്കളിലെല്ലാം തന്നെ കെമിക്കൽസിന്റെ കണ്ടന്റ് അത് കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ എന്താണ് വേസ്റ്റ് ആയിട്ട് വരുമ്പോഴും കെമിക്കൽസിന്റെ അളവ് കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ഒരു രസതന്ത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് റെഡ്യൂസിങ് ദ യൂസ് ആൻഡ് ജനറേഷൻ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസ്. അതായത് എന്തെങ്കിലും നമ്മളൊരു ഉപകൽപ്പന ചെയ്യുമ്പോഴോ അവിടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ മെഡിസിൻസിലാണെങ്കിലും, ഇപ്പൊ ഈവൻ നമുക്കറിയാം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആയി നമ്മൾ ഗ്ലൗസും മാസ്കും ഗൂഗിൾസും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കും അല്ലെ. അപ്പൊ ഈ ഇങ്ങനെ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ കൂടുതൽ നാച്ചുറൽ ആയിട്ട് പ്രകൃതിക്ക് ഇണങ്ങുന്ന കണ്ടന്റുകൾ കൂടുതൽ കൂട്ടിച്ചേർത്തിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ എന്താണ് വേസ്റ്റ് ആയിട്ട് നമ്മൾ ബാക്കി വെക്കുന്നതും എന്താണ് പ്രകൃതിയോട് ലയിച്ചു പൊക്കോളും അല്ലെ, കെമിക്കൽ ആയിട്ടുള്ള കണ്ടന്റ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നത് എന്താണ്, കെമിക്കലായിട്ടുള്ള എന്താണ് ഇതിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരിക. അതായത് അപകടകരമായിട്ടുള്ള എമൗണ്ട്. പേപ്പർ ബാഗ്സ് ഇൻസ്റ്റീഡ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ്. വെരി ഗുഡ്. നന്നായിട്ട് തന്നെ ഒരു എക്സാമ്പിൾ മുമ്പിൽ കൊണ്ടുവന്ന് അല്ലെ. പേപ്പർ ബാഗ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാഗിന് പകരം നമ്മൾ പേപ്പർ ബാഗ് ഉപയോഗിക്കുമ്പോഴെന്താണ് നമുക്കറിയാം അത് നാച്ചുറലി അല്ലെ പ്രകൃതിക്ക് ഇണങ്ങി പോകാൻ പറ്റും. കൂടുതലും നമുക്ക് വേസ്റ്റ് ആയിട്ട് വരുന്നത് പേപ്പേഴ്സ് ആയിരിക്കും. അത് നമുക്ക് എന്താണ് പ്രകൃതിക്ക് ദോഷം സംഭവിക്കാത്തതാണ്. അതേസമയം പ്ലാസ്റ്റിക് ആകുമ്പോൾ എന്താണ് നമുക്കറിയാം അതിന്റെ കവറുകളെല്ലാം പ്രകൃതിക്ക് ചേരാത്തതാണ്. ഓക്കെ, അത് തന്നെയാണ് മെയിൻ ആയിട്ട് നല്ലൊരു ഗുഡ് എക്സാമ്പിൾ അവതരിപ്പിക്കാൻ പറ്റിയത് തന്നെ നല്ലതാണ്. അപ്പൊ എന്താണ് അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ കെമിസ്ട്രിയിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ധാരാളം കെമിക്കൽസിന്റെ അളവ് ഉണ്ടാവാതെ കുറച്ചുകൊണ്ട് വരാനായിട്ട്, റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. This can help bring down the amount of dangerous waste produced, including leakage waste. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് അല്ലെ ഡൗൺ ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെ ലീക്കേജ് വേസ്റ്റും കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് അപകടകരമായിട്ടുള്ള വേസ്റ്റുകളെ കൈകാര്യം ചെയ്യേണ്ട ആ ഒരു ബുദ്ധിമുട്ട് അല്ലെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ്, നാനോ ടെക്നോളജി. അപ്പൊ ഈ ഒരു ടെക്നോളജികളുടെ ഒക്കെ പേരുകൾ അല്ലെ, ഇതിന്റെയൊക്കെ പേരുകൾ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ, ബയോ റെമഡിയേഷൻ, പ്ലാസ്മ ഗാസിഫിക്കേഷൻ, ഗ്രീൻ കെമിസ്ട്രി. ഇത് ജസ്റ്റ് ഇത് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിലേക്ക് വരിക എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം
ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾക്ക് അറിയാം പ്ലാസ്മ ഗാസിഫിക്കേഷനിൽ കൂടുതലായിട്ടും അല്ലെ ആ ഒരു വേസ്റ്റിനെ കൈകാര്യം ചെയ്യാനായിട്ട് ടെമ്പറേച്ചർ ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗ്രീൻ കെമിസ്ട്രിയിൽ കെമിക്കലായിട്ടിന്റെ കണ്ടന്റിന്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ബയോറെമഡിയേഷൻ എന്ന് പറയുന്നത് പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെ അതിന് ഇണങ്ങുന്ന സൂക്ഷ്മജീവികളെയൊക്കെ കൊടുത്തിട്ടാണ് അത് നശിപ്പിച്ച് കളയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നാനോ ടെക്നോളജി എന്നൊരു ഇതും കൂടിയേ ഉള്ളൂ. Nanotechnology is being developed to give more effective and environment-friendly solution for dangerous waste. Okay. Then, for example, nanoparticles can be used selectively to bind hazardous substances, making them easier to eliminate and dispose of. അതായത് നമ്മളൊക്കെ നാനോ കേൾക്കുമ്പോൾ തന്നെ അറിയാം ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് അല്ലെ ചെറിയ ചെറിയ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് അത് എൻവയോൺമെന്റിന് അനുയോജ്യമായ രീതിയിൽ വേസ്റ്റുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പറയും എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് അത് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു കാന്തം ഉപയോഗിച്ചിട്ട് അല്ലെ നമ്മുടെ ശരീരത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ ഉപയോഗിച്ച് നമുക്ക് പിക്ക് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. ചെറിയ ചെറിയ സംഭവങ്ങളാണ്. അപ്പൊ ഏതെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഫ്രണ്ട്ലി തന്നെ അത് എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എൻവയോൺമെന്റുകൾ നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ അല്ലെ nanotechnology is being developed to give more effective and environmental friendly solutions for dangerous waste management. ആ ടെക്നോളജി എന്ന് പറയുന്നത് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു നൂതന ആശയങ്ങളാണ് കൊണ്ടുവരുന്നത്. എക്സാമ്പിൾ പറയുന്നത് ഫോർ എക്സാമ്പിൾ നാനോ പാർട്ടിക്കിൾസ് ക്യാൻ ബി യൂസ്ഡ് സെലക്ടീവ്ലി ടു ബിൻഡ് ഹാസാർഡ്സ് സബ്സ്റ്റൻസ് മേക്കിംഗ് ദം ഈസിയർ ടു എലിമിനേറ്റ് ആൻഡ് ഡിസ്പോസ് സേഫ്ലി. അതായത് നമ്മൾക്ക് ഈ ടെക്നോളജിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ തന്മാത്രകൾ അല്ലെ ചെറിയ ആറ്റങ്ങളും തന്മാത്രകളൊക്കെ കൂട്ടിച്ചേർന്ന് കൊണ്ടുള്ള ഇതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഫ്രണ്ട്ലി തന്നെ ആയിട്ട് തന്നെ പ്രകൃതിക്കുന്ന ഇണങ്ങുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. സെലക്റ്റീവ്ലി ടു ബിൻഡ് ഹസാർഡ് അല്ലെ അത് ബിൻഡ് എന്ന് വെച്ച് കഴിയുമ്പോൾ എന്താണ് ബന്ധിപ്പിക്കുക അല്ലെ കൂട്ടിച്ചേർക്കുക. hazardous substance making them easier to eliminate and dispose. നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു വേസ്റ്റുകളെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ റോബോട്ടിക് അസിസ്റ്റ് ചെയ്യുന്ന മാതിരി തന്നെ ഇതും ഏതെങ്കിലും രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാന്തം ഉപയോഗിച്ചിട്ട് നമുക്ക് അല്ലെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ അത് നമ്മുടെ ശരീരത്തോട് തന്നെ കൃത്യമായിട്ട് തന്നെ അറ്റാച്ച് ചെയ്യാത്ത രീതിയിൽ തന്നെ ഡിസ്പോസ് ചെയ്യാനൊക്കെ ആയിട്ട് ഏതെങ്കിലും എക്യുപ്മെന്റ്സിലൊക്കെ അത് ഉൾപ്പെടുത്തി അത്തരത്തിലുള്ള ചെറിയ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് അല്ലെ ഡിസ്പോസ് ചെയ്യാനൊക്കെ ആയിട്ട് സേഫായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് നാനോ ടെക്നോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ വേസ്റ്റുകളെ കൈകാര്യം ചെയ്തിട്ട് സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ 5 ടെക്നോളജിയാണ് നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം.
നാനോ ടെക്നോളജിക്ക് എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് ഞാൻ അതാണ് ജസ്റ്റ് ഒരു ഇത് പറഞ്ഞത്. അല്ലെ ഈ എക്യുപ്മെന്റ്സിൽ ഏതെങ്കിലും അല്ലേ കാന്തൊക്കെ ഉള്ളത് നമുക്കൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ്. പിക്ക് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് അല്ലെ. അത് ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഹ്യൂമണ് നേരിട്ട് അതിനെ ഹാൻഡിൽ അല്ലെ സ്വന്തം കൈകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാതെ തന്നെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് വേസ്റ്റുകളെ അത് കൈകാര്യം ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ അത് കൈകാര്യം ചെയ്തെടുക്കാൻ. പ്ലാസ്മ ഗാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മ ഗാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ചൂട് കൊടുത്തിട്ടാണ് ഈ ഡേഞ്ചറസ് വേസ്റ്റുകളെ അത് കുറച്ചുകൊണ്ട് വരുന്നത്. ചൂട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. നമ്മൾ കനലുകൾ ഒരുപാട് ചവറുകളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ തീ കൊടുക്കും അല്ലെ. തീ കൊടുത്തിട്ട് ആണത് നശിപ്പിച്ച് ചാരമാക്കി മാറ്റുന്നത്. എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റുകൾ അത് നമുക്കറിയാം. എല്ലാ വേസ്റ്റുകളും തീ കൊടുക്കാനൊന്നും പറ്റിയിട്ടൊന്നും വരില്ല അല്ലെ. നമുക്കറിയാം ലോക്കൽ ഗവൺമെന്റിന്റെ ഒക്കെ അംഗീകാരം കിട്ടിയിട്ട് വേണം ചിലതൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട്. അത് അവര് പറയുന്ന രീതിയിൽ തന്നെ നശിപ്പിച്ച് കളയേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങളിലെല്ലാം ചിലത് അത്രയും ഡേഞ്ചറസ് അല്ലാത്ത വേസ്റ്റുകളൊക്കെയാണ് എങ്കിൽ ടെമ്പറേച്ചർ കൊടുത്ത് അല്ലെ ചൂട് കൊടുത്തിട്ട് നശിപ്പിച്ച് കളയാൻ സാധിക്കും. അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം വേസ്റ്റ് വരുന്നത് അത് നമുക്കറിയാം കുറവായിരിക്കും അല്ലെ. നശിപ്പിച്ചതിന് ചൂട് കൊടുത്ത് ടെമ്പറേച്ചർ കൊടുത്ത് നശിപ്പിച്ച് കളയുമ്പോൾ അത് ബാക്കി വരുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ വോളിയം കുറവായിരിക്കും. ഒപ്പം തന്നെ എന്താണ് അതിൽ നിന്ന് ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കൾ നമുക്കറിയാം കത്തി ചൂട് കൊടുത്തിട്ട് നഷ്ടപ്പെടാത്ത വസ്തുക്കൾ ഉണ്ട് എങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് അത് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ അത് കൊണ്ടുപോയി നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട വരും. അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും അതില് അല്ലെ കത്തിച്ച് പോവാത്ത മെറ്റൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ അത് ചിലപ്പോൾ കത്തിപ്പോയിന്ന് വരില്ല. അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്കറിയാം എന്താണ് റീയൂസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ റീയൂസിനും ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്താണ് പറയുന്നത് വോളിയം ഓഫ് വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. ദെൻ എന്താണ് വീണ്ടും സബ്സ്റ്റൻസുകൾ അല്ലെ ബാക്കി വരുന്ന ഘടകങ്ങളിൽ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വീണ്ടും അപകടകരമായിട്ടുള്ള ഇനി എന്തെങ്കിലും വസ്തുക്കൾ കത്തി നഷ്ടപ്പെട്ടും എന്നിട്ടും കത്തിച്ചിട്ടും നഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ നശിപ്പിച്ച് കളയേണ്ടതായിട്ടും വരും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അതിന്റെ കറക്റ്റ് എക്സാം മീനിങ് പറയുന്നത് തീവ്ര താപ പ്രക്രിയ എന്നാണ്. പ്ലാസ്മ ഗാസിഫിക്കേഷനിൽ പറയുന്ന ഒരു പേര് തീവ്ര താപ പ്രക്രിയ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ നമ്മുടെ കഴിയാണ്. ക്ലിയർ അല്ലേ? സ്പില്ലേജ് വേസ്റ്റ് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് ലെസൺ തുടങ്ങാമോ നമുക്ക്? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലെസൺ എന്ന് പറയുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ്. പുതിയ ചാപ്റ്റർ നമുക്ക് തുടങ്ങി വെക്കാം. ഓക്കെ അല്ലേ? എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുമല്ലോ അല്ലെ? എടുക്കാം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ.
സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ? നമുക്കറിയാം ഹോസ്പിറ്റലിലെ നഴ്സുമാരുടെ ഒരു ഡ്യൂട്ടി പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് അല്ലെ? അവിടെ ഒരുപാട് ഉള്ള വർക്കേഴ്സ് എന്ന് പറയുന്നത് രോഗി പരിചരണത്തിന് വരുന്ന നഴ്സുമാരുടെ ഡ്യൂട്ടികളാണ്. അപ്പൊ നോക്കാം എന്താന്നുള്ളത്. ഇൻട്രൊഡക്ഷൻ. നഴ്സിംഗ് ഈസ് എ profession that offers the services which benefit the health and well-being of people. അതായത് നമ്മളുടെ അല്ലെ പ്രധാനമായിട്ടും അവിടെയുള്ള രോഗികളുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നല്ല ജീവിതം അല്ലെ, നല്ല ക്ഷേമത്തിന് വേണ്ടിയിട്ട് ആ ഒരു ജീവിതത്തിന് ആ ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രൊഫഷണൽ ആയിട്ടുള്ള തൊഴിലാളികളാണ് എന്തെന്ന് പറയുന്നത് നഴ്സിംഗിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നവർ അല്ലെ. നഴ്സിംഗ് ഡ്യൂട്ടി, നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു സേവന സന്നദ്ധമായിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. അവർ പ്രധാനമായിട്ടും എന്തിനെയാണ് കേന്ദ്രീകരിക്കുന്നത്? പേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ആരോഗ്യത്തിനെയും അവരുടെ ജീവിതക്ഷേമത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ഒരു സേവനമാണ് അവര് കാഴ്ചവെക്കുന്നത്. എന്താണ് നെക്സ്റ്റ് സെന്റൻസ് പറയുന്നത്? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ് അല്ലെ, ഹെൽത്ത് കെയർ എൻവയോൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെന്റൻസിലേക്ക് പോകാം. എന്താണ്? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ്. നെക്സ്റ്റ് സെന്റൻസ് ആണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. അതായത് നമുക്കറിയാം നമ്മുടെ അല്ലെ ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് ആ ഒരു പരിസ്ഥിതി ലോകത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡർഷിപ്പ് നേതൃത്വ സ്ഥാനം വഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. വീണ്ടും the definition of administration refers to the collection of people who are in charge of making and applying laws and norms of or those in a leadership position who come for important tasks such as. അതായത് നമ്മൾക്ക് അറിയാം അല്ലെ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നേതൃത്വം വഹിക്കുന്ന അല്ലെ, നമുക്ക് സാധാരണയായിട്ട് നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരാണ് ഭരണ നിർവഹകർ അല്ലെ. അപ്പൊ അതുമാതിരി തന്നെ ഇതിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത്? മേക്കിംഗ് ലോസ് അല്ലെ, മേക്കിംഗ് ആൻഡ് അപ്ലൈയിങ് ലോസ് ആൻഡ് നോംസ് ഓർ ദോസ് ഇൻ ലീഡർഷിപ്പ് പൊസിഷൻ അല്ലെ. ആ ലീഡർഷിപ്പ് പൊസിഷനിൽ ഉള്ളവർ തന്നെയാണ് നമുക്കറിയാം ഒരു നഴ്സിംഗ് ഫീൽഡിലുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ അല്ലെ അതൊക്കെ ഉണ്ടാക്കുന്നതും അവരെ കൊണ്ട് നേതൃത്വം നിന്ന് തന്നെ നഴ്സുമാരെ കൊണ്ട് നേതൃത്വത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ആ ഒരു പ്രവർത്തനത്തിലേക്ക് അല്ലെ അവരെ ഡയറക്റ്റ് ചെയ്ത് അല്ലെ ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യിച്ച് ആ ഒരു സർവീസ് നേടിയെടുക്കുന്നു. അപ്പൊ ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ്? Definition refers to the collection of people who are in charge of making and applying laws and norms. അതായത് നിയമങ്ങളും അതേമാതിരി തന്നെ മാനദണ്ഡങ്ങളും അതെല്ലാം തന്നെ അല്ലെ ഇത് ഉണ്ടാക്കി അത് കളക്ട് ചെയ്ത് അതിനുശേഷം എന്താ ചെയ്യുന്നത്? അത് ആരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ഏത് നഴ്സുമാരെ കൊണ്ട് ഓരോ ഡ്യൂട്ടികളൊക്കെ ചെയ്യിക്കാം. അങ്ങനെ അത് അവരെ കൊണ്ടൊക്കെ ഓരോരുത്തരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് അവരുടെ ജോലികൾക്ക് വരുന്ന ഓരോ സ്ഥാനങ്ങളെല്ലാം അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് ചെയ്യുന്നത്. ദെൻ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റാഫിങ്ങും സ്റ്റാഫിംഗ് പ്രോസസ്സും. ഈ ഒരു ഡെഫിനിഷൻ എന്ത് ചെയ്യുന്നത്? സ്റ്റാഫിംഗ് പ്രോസസ്സും കൂടി കഴിയുമ്പോഴാണ്. അതുകൊണ്ടാണ് അത് അല്ലെ പകുതിയായിട്ട് തന്നെ പറയേണ്ടി വരുന്നത്. എന്താണ് സ്റ്റാഫിംഗ് എന്നുള്ളത് നോക്കാം. Staffing means the continuous process of searching, choosing, analyzing and creating working relationship with the present or future employees. അതായത് നിലവിൽ അല്ലെങ്കിൽ ഭാവിയിലേക്ക് വരാവുന്ന
തൊഴിലാളികൾ, നമുക്കറിയാം നഴ്സിംഗ് ഫീൽഡിലുള്ള എംപ്ലോയീസ് അല്ലെ, അവരെ കണ്ടെത്തുക, സെർച്ച് ചെയ്യുക, അവരെ കണ്ടെത്തുക, ദെൻ ചൂസ് ചെയ്യുക. നമുക്കറിയാം തെരഞ്ഞെടുക്കേണ്ടതായിട്ട് വരല്ലേ, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രേരിപ്പിച്ച് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി പ്രേരിപ്പിച്ച് അവരെ അപേക്ഷകളൊക്കെ സ്വീകരിച്ച് അതിൽ നിന്ന് ചൂസ് ചെയ്ത് അവരെ വിലയിരുത്തി അല്ലെ, അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് വിലയിരുത്തുക. ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ്, അതിനുശേഷം അവരെന്താണ് അവര് ജോലിയിലേക്ക് ചെയ്യാനായിട്ട് അല്ലെ, വർക്കിംഗ് റിലേഷനിലേക്ക്, വർക്കിംഗ് ബന്ധത്തിലേക്ക് അവരെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്ന് വെച്ചാൽ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി കൊണ്ടുവരണം. ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനമാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഒന്ന് രണ്ട് പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട്. എന്താണ് സ്റ്റാഫിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് പ്രോസസ് ഉണ്ട്. അതായത് ഈ ഒരു നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് തന്നെ അവര് വർക്കേഴ്സിനെ, എംപ്ലോയീസിനെ കണ്ടെത്തണം, അവരെ ചൂസ് ചെയ്യണം, അവരിൽ നിന്ന് സെലക്ട് ചെയ്യണം, അവരെ വിലയിരുത്തി അവർക്ക് അല്ലെ ഓരോ ബെറ്റർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിലേക്ക് അവരെ പ്രാപ്തരാക്കി നിലനിർത്തിക്കൊണ്ട് പോകണം. അത് അങ്ങനെയുള്ള ആ പ്രവർത്തനം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനമാണ് അല്ലെ, നമുക്കറിയാം സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട പ്രവർത്തനം തന്നെയാണ്. വീണ്ടും സ്റ്റാഫിംഗ് പ്രോസസ്സ് പറയുന്നുണ്ട്. Staffing process involves a manpower planning to have the right person in the right position. അതായത് നമുക്കറിയാം ഓരോ സ്ഥലേ ഓരോ വ്യത്യസ്ത തരത്തിലുള്ള വേക്കൻസികളുണ്ട്. നഴ്സിംഗ് ഫീൽഡിലാണെങ്കിലും വ്യത്യസ്ത വേക്കൻസികൾ ഉണ്ടാകും. അപ്പൊ ശരിയായ പേഴ്സണെ തന്നെ ശരിയായ വേക്കൻസിയിൽ അല്ലെ, ശരിയായ നികത്താനായിട്ട് മതിയായ ഒരു ഏത് ഭാഗത്താണോ ഏത് വേക്കൻസിയാണോ വന്നിരിക്കുന്നത് ആ വേക്കൻസിയിൽ തന്നെ ശരിയായ വ്യക്തികളെ നിയമിക്കേണ്ടതുണ്ട്. That means staffing process consists of identifying the type and the amount of nursing care needed by the patient and selecting and appointing personnel from the obtainable applicants. അതായത് നമുക്കറിയാം ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടുമ്പോൾ അവിടെ നിന്ന് എന്താണ് ഏത് പേഴ്സണെയാണ് സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടത് അല്ലെ, അവിടെ കൃത്യമായിട്ട് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത തരത്തിലുള്ള ജോലിയുടെ വേക്കൻസി ആണോ, ആ വേക്കൻസിക്ക് അനുസൃതമായിട്ടുള്ള പേഴ്സണെ തന്നെയാണോ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ പെടുന്നുണ്ട്. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു പലതരത്തിലുള്ള പേഴ്സൺസ് ഉണ്ട്, അവരെ വിലയിരുത്തി അവർക്ക് അല്ലെ മതിയായ രീതിയിലുള്ള ജോലിയാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ സ്റ്റാഫിംഗ് പ്രോസസ്സ് വരുമ്പോൾ നമുക്കറിയാം ഏത് തരത്തിലുള്ള ജോലിയാണോ, ഏത് തരത്തിലുള്ള ഒഴിവുകളാണോ വന്നിരിക്കുന്നത് അവിടെയാണോ ഈ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളെ നിയമിച്ചിരിക്കുന്നത് അല്ലെ, നിയമിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒന്ന് രണ്ട് പ്രവർത്തനങ്ങളെല്ലാം ചെയ്യേണ്ടത് ഏതാണ് ലീഡർഷിപ്പ് പൊസിഷനിലുള്ള ആ ഒരു വ്യക്തികൾ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ, അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് മനസ്സിലാക്കി തരുന്നത്. Okay, the definition administration refers to collection of people who are in charge of making and applying laws and norms. Laws എന്ന് പറയുമ്പോൾ അല്ലെ, laws എന്ന് പറയുമ്പോൾ നിയമങ്ങളും മാനദണ്ഡങ്ങളും അല്ലെ അതെല്ലാം അപ്ലൈ ചെയ്യണം. Or those leadership position who come for important taskകൾ, അവർക്ക് ഒന്ന് രണ്ട് കടമ്പകൾ നിർവഹിച്ച് തീർക്കാനുണ്ട്. എന്തൊക്കെ കടമ്പകളാണെന്ന് പറയുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഡ്യൂട്ടികളാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ ചെയ്തു തീർക്കേണ്ടി വരുന്നത്? സ്റ്റാഫിംഗ് ഉണ്ട്, സെക്കൻഡ് സ്റ്റാഫിംഗ് പ്രോസസ് ഉണ്ട്. അങ്ങനെ രണ്ടു തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ, ഓക്കെ. നിങ്ങളപ്പോ ഞാൻ എന്തിനോടുകൂടി ഒന്നത് ചെയ്യുക, എന്താണ് നഴ്സിംഗ് നമ്മൾ ജസ്റ്റ് കണ്ടായിരുന്നു. എന്താണ് നഴ്സിംഗ് അല്ലെ, നഴ്സിംഗ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഫസ്റ്റ് ഒന്ന് രണ്ട് സെന്റൻസിൽ പറഞ്ഞത്. സെക്കൻഡ് ആണ് നമ്മൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്നത്. നഴ്സിംഗ് എന്താന്നുള്ളതാണ് പറഞ്ഞത്. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ സർവീസ് which benefits the health and well-being of people. Okay, നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു സർവീസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള സർവീസ് ആണ്? ജനങ്ങളുടെ ആരോഗ്യത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള സേവനങ്ങളാണ്
സേവനങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ അല്ലെ, അത്തരത്തിലുള്ള ഡ്യൂട്ടി ചെയ്യുന്നവരാണ് നഴ്സ് അല്ലെ, നഴ്സിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഹെൽത്ത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ടത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? നേതൃസ്ഥാനം വഹിക്കുന്ന അല്ലെ, നേതൃസ്ഥാനം വഹിക്കുന്ന പൊസിഷനിലുള്ള വ്യക്തികളാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുമ്പോൾ വ്യത്യസ്ത ഡ്യൂട്ടികൾ അവർ ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞു. അവര് പ്രധാനമായിട്ട് ചെയ്യേണ്ടി വരുന്ന പ്രവർത്തനങ്ങളാണ് എന്ത്? ലോസും നിയമങ്ങളൊക്കെ ഉണ്ടാക്കണം, ഒപ്പം തന്നെ സ്റ്റാഫിംഗ് പ്രോസസ് എന്നുള്ളത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എത്തരത്തിലുള്ള പ്രവർത്തനമാണ്? ഇറ്റ്സ് എ സിംഗിൾ പ്രോസസ്, കണ്ടിന്യൂസ് പ്രോസസ്, വിച്ച് പ്രോസസ്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള പ്രോസസ്സാണ്? കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, കണ്ടിന്യൂസ് പ്രോസസ് ആയതുകൊണ്ട് അതിൽ എന്തൊക്കെ പെടുന്നുണ്ട്? എന്തൊക്കെ പ്രോസസ്സാണ് അതിൽ പെടുന്നത്? അവിടെയുള്ള അഡ്വൈസിനെ ചൂസ് ചെയ്യണം, സെർച്ച് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അവർക്ക് അല്ലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടു സ്റ്റാഫിംഗ് പ്രോസസ്സ്. സ്റ്റാഫിംഗ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് പെടുന്നത്? ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിങ്, അതായത് പ്രധാനമായിട്ടും വരുന്നത് മനുഷ്യന്റെ ശക്തിയുടെ പ്ലാനിങ്, അതുമായി ബന്ധപ്പെട്ട മുൻകൂട്ടി ആലോചനകളാണ്. അങ്ങനെയുള്ള ആലോചനയിലെ രണ്ട് പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും അല്ലെ ഏത് തരത്തിലുള്ള ജോലിയാണ്, ആ ജോലിക്ക് അനുയോജ്യനായ പേഴ്സണെയാണോ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. That means staffing process consists of identifying the type and amount of nursing care needed by the patient and selecting and appointing personnel from the obtained applicants. അതായത് പേഷ്യൻസിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അല്ലെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസിനൊക്കെ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. ഓക്കെ, റൈറ്റ് പേഴ്സണ് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ തന്നെ അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം മതിയായ രീതിയിലുള്ള പേഴ്സൺസിനെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യണം അല്ലെ. എത്രത്തോളം പേഷ്യൻസ് ഉണ്ടോ അവരെ എല്ലാം ശുശ്രൂഷ ചെയ്യാനായിട്ട് മതിയായ നഴ്സുമാരുടെ ആവശ്യകത ഉണ്ട് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണോ? നെക്സ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് സ്റ്റാഫിംഗ് ഈസ് എ ലോജിക്കൽ ഓപ്പറേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ഇതൊരു അല്ലെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ലെ. നിരവധിയായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഒരു ലോജിക്കൽ ആയിട്ടുള്ള പ്രവർത്തനമാണ്. നിരവധിയായിട്ടുള്ള ഇൻഡിപെൻഡന്റ് പ്രവർത്തനങ്ങൾ അതിനോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളത്. അതിൽ വരുന്ന ഫസ്റ്റ് എന്ന് പറയുന്നത് റെക്കഗ്നൈസിംഗ് ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ റിക്വയർഡ് ബൈ ദ പേഷ്യന്റ്. അതായത് പേഷ്യന്റിന് അനുയോജ്യമായ രീതിയിൽ അല്ലെ എത്ര തരത്തിലുള്ള പേഴ്സൺ നമുക്കറിയാം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പേഷ്യൻസ് ഉണ്ട് അല്ലെ. കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവാം. അതേമാതിരി തന്നെ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവാം. ചിലപ്പോ എന്താണ് അല്ലെ ഒരു നമുക്കറിയാം ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടുപോകുന്ന ഔട്ട് പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാം കൈകാര്യം ചെയ്യുന്ന മതിയായ നഴ്സുമാരെ അവിടെ നിയമിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോ കണ്ടിന്യൂസ് ക്ലാസ് എടുത്തിട്ടായിരിക്കും. എന്തായാലും നോക്കാം. എന്താണ് ചിലപ്പോ എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത് റെക്കഗ്നൈസിംഗ് ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ റിക്വയർഡ് ബൈ ദ പേഷ്യന്റ്. അതായത് രോഗിക്ക് ആവശ്യമായ നഴ്സിംഗ് പരിചരണത്തിന്റെ അളവ് അല്ലെ എത്രത്തോളം പേഷ്യൻസ് ആണോ അതിനനുസരിച്ചിട്ടുള്ള അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്രയും നഴ്സുമാര് അവിടെ മതിയായ രീതിയിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. Then next എന്താണ് സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്.
അതായത് നമുക്ക് എപ്പോഴും നിയമിച്ച് കൊടുക്കുന്നത് എങ്ങനെയാ, നമുക്ക് ലഭ്യമായ അപേക്ഷയിൽ നിന്നാണ് ചൂസ് ചെയ്ത് അല്ലെ സെലക്ട് ചെയ്ത് അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം എന്താണ്, ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡന്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്റ്റാഫിങ്ങിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി എയിം ഓഫ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ഓൺ 3 ബേസിക് എലമെന്റ്സ്. നേരത്തെ അതായത് 3 അടിസ്ഥാന ഘടകങ്ങളിൽ അല്ലെ നമ്മുടെ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് 3 അടിസ്ഥാന പ്രവർത്തനങ്ങളുണ്ട്. അതായത് ഒന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. എപ്പോഴും നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ പ്രധാനമായിട്ട് വരുന്നത്, അവിടെ നല്ലൊരു രോഗി പരിചരണമാണ് അല്ലെ, ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണം അവിടെ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണം കൊടുക്കുമ്പോഴാണ് നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോളാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട എയിമാണ്, ലക്ഷ്യമാണ്. അതേമാതിരി തന്നെ എന്താണ്, a structured but a flexible stimulating environment with the job satisfaction as well as chance to develop their knowledge and skill. അതായത് എപ്പോഴും അല്ലെ അവിടെയുള്ള വർക്കേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു എൻവയൺമെന്റ് അല്ലെ, അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടുള്ള ഒരു എൻവയൺമെന്റ് അവിടെയുള്ള വർക്കേഴ്സിനെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് എന്താണ് അവരുടെ അറിവും അതേമാതിരി തന്നെ കഴിവുകളും വികസിപ്പിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി കിട്ടുകയും. അപ്പൊ നമ്മൾക്ക് അറിയാം എവിടെയുള്ള വർക്കേഴ്സ്, ഇപ്പൊ നമുക്ക് ഒരു വർക്കേഴ്സ് ഓരോ വ്യക്തികൾക്കും അക്കാദമിക് ക്വാളിഫിക്കേഷനോടൊപ്പം ഒരു എക്സ്പീരിയൻസ് കൂടി കിട്ടുമ്പോഴാണ് അവർ കൂടുതൽ നന്നായിട്ട് തന്നെ അവരുടെ ഡ്യൂട്ടി നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് എന്താണ്, മാനേജ്മെന്റ് പ്രോസസ് ക്ലോസിംഗ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പാറ്റേൺ ഓഫ് നഴ്സിംഗ് കെയർ സർവീസ് ഇൻ ദ മോസ്റ്റ് പ്രാക്ടിക്കൽ മാനർ. അതായത് നല്ല രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നല്ല എഫക്റ്റീവായിട്ട് അല്ലെ കാര്യക്ഷമമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്ത് പോകണം. അങ്ങനെ കൈകാര്യം ചെയ്ത് പോകുമ്പോഴാണ് അത് അവർക്ക് സാറ്റിസ്ഫാക്ഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. എപ്പോഴും ഒരു അടിച്ചമർത്തുന്ന രീതിയിലുള്ള പോളിസി നയങ്ങളൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നെങ്കിൽ, അതായത് നേതൃസ്ഥാനം വഹിക്കുന്നവരുടെ ഭാഗത്ത് നിന്നെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ ജീവനക്കാർക്കും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ശരിയാണോ? എന്തെങ്കിലും നിയമങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ എപ്പോഴും അല്ലെ അടിച്ചേൽപ്പിക്കുന്ന കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ എല്ലാവരും ഫോളോ ചെയ്യൂ. ഫോളോ ചെയ്യോ? നിങ്ങൾ ഇടയ്ക്ക് വിട്ടു പോണ കാരണമാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, കാരണം ഇതിങ്ങനെ കേട്ടിരുന്നു പോകും. ഓക്കെ, ശരിയാണ്, ഫോളോ ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് മിതമായ വ്യയത്തോട് കൂടിയിട്ട് ഓക്കെ നിങ്ങളും കൂടെ ഇൻവോൾവഡ് ആയാലാണ് അത് നന്നായിട്ട് തന്നെ പോവുള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറയാ, എതിർനിരയിലുള്ളവരെന്താണ് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള നയങ്ങളൊന്നും രൂപീകരിക്കരുത്. ഫ്ലെക്സിബിൾ മാനർ എന്ന് വെച്ചാൽ മിതമായ രീതിയിലായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം അല്ലെ, ഈ ഒരു പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട എലമെന്റ്സുകളാണ് അവിടെ പറഞ്ഞത്. പ്രധാനമായിട്ട് എന്താണ് പറയുന്നത്, ഉയർന്ന നിലവാരം പുലർത്തണം, അതോടൊപ്പം തന്നെ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം. പിന്നെ എപ്പോഴും മാനേജ്മെന്റ് പ്രോസസ്സുകൾ എല്ലാം തന്നെ ഒരു ഫ്ലെക്സിബിൾ മാനറിലായിരിക്കണം, അതായത് മിതമായ വ്യയത്തോടു കൂടി മാത്രമേ രൂപീകരിക്കാവൂ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് എന്താണ്, ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. ഇനി ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സുകൾ അല്ലെ, ഘടകങ്ങൾ, ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്സ്. അതായത് നോക്കാം, ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സ്യൂട്ടബിൾ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഗിവൺ ടു ദ നഴ്സിംഗ് സ്റ്റാഫ്സ് ഫോർ ദ കൈൻഡ് ഓഫ് സർവീസ് ദേ ആർ ബീയിങ് മെയ്ഡ് റെഡി ഫോർ. അതായത് നമുക്ക് മതിയായ രീതിയിലുള്ള ജീവനക്കാരെ വേണം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, അവർക്ക് മതിയായ രീതിയിലുള്ള വിദ്യാഭ്യാസമുള്ള ജീവനക്കാരായിരിക്കണം. നമുക്കറിയാം ഡ്യൂട്ടിയിൽ കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനോട് കൂടിയിട്ടുള്ള വ്യക്തികളായെങ്കിൽ മാത്രമാണ് ഡ്യൂട്ടിക്ക് അവർക്ക് അതിനുള്ള അറിവുകൾ ഉണ്ടാവുള്ളൂ അല്ലെ. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സ്യൂട്ടബിൾ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഗിവൺ ടു ദ നഴ്സിംഗ് സ്റ്റാഫ്സ് ഫോർ ദ കൈൻഡ് ഓഫ് സർവീസ് ദേ ആർ ബീയിങ് മെയ്ഡ് റെഡി ഫോർ. ഏത് ജോലി ചെയ്യണമെങ്കിലും അവർക്ക് അതിൻ്റെതായ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള മതിയായ പേഴ്സൺസ് ആയിരിക്കണം. നെക്സ്റ്റ് എന്താണ്, യൂട്ടിലൈസേഷൻ അല്ലെ. യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്
The nursing staff must be allotted work in such a way that the knowledge skills acquired are best used for the purpose they were imparted or trained. അല്ലെ അവര് നന്നായിട്ട് തന്നെ അത് ഉപയോഗിക്കണം അല്ലെ അത് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് അവർക്ക് എങ്ങനെ പറ്റുക അവര് നേടിയെടുത്ത വിജ്ഞാനവും വൈദഗ്ധ്യം അല്ലെ അത് പകർന്നു നൽകിയത് പരിശീലനത്തോട് കൂടിയിട്ടും കൂടി കൊടുക്കും അല്ലെ നമുക്ക് ഒരു വിദ്യാഭ്യാസ നോളജ് ഉണ്ട് അല്ലെ നമ്മൾ അക്കാദമിക് ക്വാളിഫിക്കേഷനോട് കൂടിയിട്ടാണ് ഒരു പക്ഷെ വന്നതായിരിക്കും പക്ഷെ അവർക്ക് അതിനും കൂടി അത് മാത്രമല്ല കുറച്ചും കൂടി ട്രെയിനിങ് കൂടി കൊടുക്കുമെന്നാണ് അവർക്ക് ഒരു കോൺഫിഡൻസ് വരുന്നത് അല്ലെ ശരിയാണോ ഓരോ ക്വാളിഫിക്കേഷൻ മാത്രം വന്നിട്ട് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതും ട്രെയിനിങ് കിട്ടിയിട്ട് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഉണ്ടാവോ ഉണ്ട് അല്ലെ നമുക്കൊരു ട്രെയിനിങ് കിട്ടുമ്പോൾ എന്താണ് നമുക്ക് ജോലി ചെയ്യാനായിട്ട് ഒരു ആത്മവിശ്വാസം കൂടി ഉണ്ടാവും അല്ലെ അപ്പൊ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് The nursing staffs must be allotted work in such a way that the knowledge skills acquired are best used for the purpose they were imparted or trained. അവർക്ക് ട്രെയിനിങ്ങും കൂടി അവർക്ക് അതിനനുസരിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് നന്നായി തന്നെ അവരുടെ സ്കില്ല് അല്ലെങ്കിൽ നോളജ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ രണ്ട് എലമെന്റ്സ് ആണുള്ളത് ഒന്ന് മതിയായ ക്വാളിഫിക്കേഷൻ അവർക്ക് ആവശ്യമാണോ ഒപ്പം തന്നെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കൂടി കിട്ടേണ്ടതുണ്ട് ഓക്കെ ക്ലിയർ ആണോ ഓക്കെ മോർ പെർഫോംഡ് കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് എന്താണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് നമുക്ക് നോക്കാം എന്താണ് റെക്കഗ്നൈസ് ദ നഴ്സിംഗ് കെയർ ഹവേഴ്സ് നീഡഡ് ടു കെയർ ഫോർ എ പേഷ്യന്റ് ഫോർ എ ഡേ ഓർ ഫോർ എ ഷിഫ്റ്റ് അല്ലെ നമ്മള് എപ്പോഴും അല്ലെ രോഗിക്ക് ഒരു ദിവസം ഓരോ ഷിഫ്റ്റുകളൊക്കെ പരിചരിക്കുന്നതിന്റെ അളവ് നമ്മള് നമുക്കറിയാം ഓരോ പേഴ്സൺസിനെ ടാർജറ്റ് കൊടുത്ത് ഏൽപ്പിക്കും അല്ലെ ഓരോ ഡ്യൂട്ടിക്ക് വരുമ്പോൾ നഴ്സുമാർക്ക് ഇന്ന ഡ്യൂട്ടികൾ ഏൽപ്പിച്ചു കൊടുക്കും അല്ലെ അപ്പൊ അവര് എപ്പോഴും ആ ഒരു സമയക്രമങ്ങളൊക്കെ ഒരു ദിവസം എന്തൊക്കെ തരത്തിലുള്ള പേഷ്യൻസ് ആണോ ഏതൊക്കെ രീതിയിലുള്ളതാണോ എന്ന് അവരെ ഏൽപ്പിച്ചു കൊടുക്കും സ്റ്റാഫ് റിലീസ് ഓൺ എ കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ് പ്രൊവൈഡഡ് നമ്പർ ഓഫ് ബെഡ് ആൻഡ് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസ് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ അത് അവേർലി ഓരോരുത്തർക്കും ഏൽപ്പിച്ചു കൊടുക്കുന്നത് പല കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ് അവർ കൊടുക്കുക അല്ലെ അതെങ്ങനെ നോക്കുക അതെങ്ങനെ നോക്കുന്നത് വെച്ചാൽ സ്റ്റാഫിംഗ് റിലീസ് ഓൺ കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലിന് ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലെ എത്ര ബെഡ് ഉണ്ടോ അത്ര ബെഡിനനുസരിച്ചിട്ടൊക്കെയാണ് കിടത്തി ചികിത്സിക്കാനുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ അപ്പൊ അത് ഒക്കെ നോക്കും അതിന്റെ വലിപ്പവും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കും ദെൻ സ്റ്റാൻഡേർഡ് പ്രൊവൈഡഡ് നമ്പർ ഓഫ് ബെഡ്സ് ആൻഡ് അതായത് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതല്ലെങ്കിൽ എന്താണ് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ്സ് വ്യത്യസ്ത തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ സേവനങ്ങളാണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ അല്ലെ ഓരോ വ്യക്തികൾക്കും ഓരോ ഡ്യൂട്ടികളെല്ലാം ഓഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് In anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category. In case ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് വ്യക്തികൾക്ക് കൊടുക്കുന്നതെങ്കിലും പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താണ് അത് പറയുന്നത് നോട്ട് ഓൺലി ദ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് അല്ലെ പേഷ്യൻസിന്റെ എണ്ണം വെച്ചുകൊണ്ടല്ല ഇതൊക്കെ നമ്മള് ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിച്ച് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് കൊടുക്കേണ്ടത് ബട്ട് ഓൾസോ പിന്നെന്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ ഒരു വ്യത്യസ്ത രീതികൾ കൂടി അല്ലെ അവരുടെ കാറ്റഗറി കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ചില പേഷ്യൻസ് എന്ന് പറയുന്നത് സെൽഫ് കെയർ ആയിട്ടുള്ള അല്ലെ അവർക്ക് എപ്പോഴും കെയർ കൊടുക്കേണ്ടതുണ്ടാവും ചിലപ്പോ എന്താണ് മിനിമം കെയർ കുറച്ച് കെയർ അല്ലെ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം മതി ചിലർക്ക് ഫുൾ കെയർ നമുക്കറിയാം അവര് ബെഡ് അല്ലെ അവര് സ്വന്തമായിട്ട് തന്നെ ഒന്നും എണീറ്റ് ചിലപ്പോൾ മെഡിസിൻ ഒക്കെ കയ്യിലെടുത്ത് കൊടുത്താൽ തന്നെ സെൽഫായിട്ട് ചിലപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള പേഴ്സൺസ് ഉണ്ടാവും ദെൻ ഇന്റൻസീവ് കെയർ പേഷ്യൻസ് ഉണ്ടാവും അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള പേഷ്യൻസുകൾ ഉണ്ടാവും നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ സ്വന്തമായിട്ട് തന്നെ മെഡിസിൻസ് ഒക്കെ നിർദ്ദേശിച്ചാൽ നിങ്ങളെടുത്ത് കഴിച്ചോളാനോ അല്ലെങ്കിൽ സമയമാകുമ്പോൾ ജസ്റ്റ് എടുത്ത് കൊടുത്താലൊക്കെ മതിയെങ്കിൽ പ്രശ്നം കുഴപ്പമില്ല അതേസമയം അവരെ നമുക്കറിയാം കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ സമയം ഇൻ കേസ് അതേമാതിരി തന്നെ മനോരോഗികൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരെ കൊണ്ട് അതൊന്ന് പറഞ്ഞ് മെഡിസിൻസ് ഒക്കെ എടുപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ് അല്ലെ അപ്പൊ അവരെയൊക്കെ അത്തരത്തിലുള്ള കെയർ ചെയ്യേണ്ട വ്യക്തികളാണോ എന്ന് താരതമ്യം ചെയ്തിട്ട് വേണം ഡ്യൂട്ടികളെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കാൻ
അല്ലെ? ചിലർക്ക് കുറച്ച് കെയർ കൊടുക്കേണ്ട ആവശ്യം വരുള്ളൂ, ചിലർക്ക് കൂടുതൽ നേരം അവരെടുത്ത് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ഇന്റൻസീവ് കെയറുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, എല്ലാം മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് വേണം കൈകാര്യമൊക്കെ ചെയ്യാനായിട്ട്. ചിലർ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ. അപ്പൊ പേഷ്യൻസിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് കൂടി വേണം ഈ ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം എത്രത്തോളം പേഴ്സൺസ് ഉണ്ട് എന്നുള്ളതൊക്കെ നിർണ്ണയിക്കാനായിട്ട്. ബിക്കോസ് കെയർ രീതി ഡിഫറെന്റ് ഫ്രം കാറ്റഗറി ടു അനദർ, അല്ലെ? ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് വ്യത്യസ്ത രീതിയിലുള്ള അല്ലെ കെയർ കൊടുക്കേണ്ടതായിട്ട് വരുമെന്നുള്ളത്. അതാണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിങ്ങിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ എന്താന്നുള്ളത്? സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് ഒക്കെയാണോ? ഓക്കെ. ഹോസ്പിറ്റലിൽ നമ്മള് പോകുമ്പോൾ അല്ലെ, ഹോസ്പിറ്റലിൽ നമ്മൾ എപ്പോഴും പോകാറുണ്ട്. പക്ഷേ ഡോക്ടറിനെ കാണാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നേഴ്സിനൊക്കെ കാണാനായിരിക്കും. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വ്യത്യസ്ത രോഗികളെ കാണാറുണ്ടോ? ഇല്ലേ, കാണാറുണ്ടോ? വ്യത്യസ്ത രോഗികളെ കാണാറുണ്ടോ? ഓക്കെ. അപ്പൊ അവിടെ ചിലരൊക്കെ നമുക്കറിയാം അല്ലെ, കിടന്ന് ചികിത്സിക്കുന്നവർ എല്ലാ കാര്യങ്ങളും സെൽഫായിട്ട് ചെയ്യാൻ പറ്റാത്ത, കിടത്തി ചികിത്സിക്കേണ്ടി വരുന്ന ചില പേഷ്യൻസുകളുണ്ട്. അതായത് ഇൻപേഷ്യന്റ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവിടെ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ചില പേഷ്യൻസുകൾ ഉണ്ടാവും അല്ലെ, ഉണ്ടാവരില്ലേ? എന്തെങ്കിലും സ്ട്രോക്ക് വന്നോ, ഒരു വശം തളർന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചോ, അതല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ അസുഖത്തിന്റെ തീവ്രമായ അവസ്ഥയിലൊക്കെ വരുമ്പോൾ ഇന്റൻസീവ് അഡ്മിറ്റ് ചെയ്തൊക്കെ പേഷ്യൻസ് ഉണ്ടാവാം. അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അല്ലെ, നമുക്കറിയാം ICU ഒന്നും അല്ലാതെ തന്നെ ഫുൾ കെയർ തന്നെ കൊടുത്ത് തന്നെ കൈകാര്യം ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവാം. അതേമാതിരി തന്നെ എന്താണ് വ്യത്യസ്ത അല്ലെ, അവര് വലിയ കുഴപ്പമൊന്നുമില്ല, ഡോക്ടേഴ്സ് പറഞ്ഞിരുന്ന സമയത്ത് ചിലപ്പോൾ മെഡിസിൻ സെറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസുകളുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള പേഷ്യൻസുകളെ നമുക്ക് കാണാൻ സാധിക്കും. ശരിയാണോ? ശരിയാണോ? ഓക്കെ. അപ്പൊ നമ്മള് സാധാരണയായിട്ട് ഈ നഴ്സുമാരെ ഡ്യൂട്ടികൾ ഏൽപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള ഡ്യൂട്ടികൾ അല്ലെ നഴ്സുമാരെ നമുക്ക് ഏൽപ്പിക്കേണ്ടതായിട്ട് വരും. ഈ ഡ്യൂട്ടികൾ ഓരോരുത്തർക്കും, അതാണ് ഫസ്റ്റ് സെന്റൻസിൽ വരുന്ന റെക്കഗ്നൈസ് ദ നഴ്സിംഗ് കെയർ അവേഴ്സ് നീഡഡ് ടു കെയർ ഫോർ എ പേഷ്യന്റ് ഫോർ എ ഡേ ഓർ ഫോർ എ ഷിഫ്റ്റ് അല്ലെ. ഓരോ ദിവസം അനുസരിച്ചിട്ട്, ഓരോ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ഇത്ര മണിക്കൂർ ഡ്യൂട്ടികളൊക്കെ അവർക്ക് നിർദ്ദേശിക്കും. അങ്ങനെ നിർദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഹോസ്പിറ്റലിന്റെ വലിപ്പവും അതേമാതിരി തന്നെ ബെഡിന്റെ അനുസരിച്ചിട്ട് നമ്മൾ മാത്രമല്ല പേഷ്യൻസിന്റെ ഡ്യൂട്ടികൾ ഏൽപ്പിക്കേണ്ടി വരുന്നത്, വ്യത്യസ്തമായിട്ട് പേഷ്യൻസിന്റെ സ്വഭാവം കൂടിയും നമ്മൾ കണക്കിലെടുക്കണം. ഫസ്റ്റ് സെന്റൻസ്, ഒന്ന് രണ്ട് സെന്റൻസിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അല്ലെ, ഒരു ഡ്യൂട്ടികളിലെ ഓരോ ദിവസത്തെ ഓരോ ഷിഫ്റ്റ് അനുസരിച്ച് പരിചരണത്തിന് നഴ്സുമാരെ അല്ലെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ ഹോസ്പിറ്റലാവുമ്പോൾ എത്രത്തോളം പേഷ്യൻസ് എത്രത്തോളം സ്റ്റാഫുകളെ നിയമിക്കുക എന്നുള്ളത് അവിടെയുള്ള ബെഡിന്റെയും അല്ലെങ്കിൽ അവിടെയുള്ള ട്രീറ്റ്മെന്റിന്റെയൊക്കെ അടിസ്ഥാനത്തിലൊക്കെയാണ് മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. ഒപ്പം തന്നെ അടുത്തൊരു പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ആന്റിസിപ്പേറ്റിംഗ് നഴ്സിംഗ് വർക്ക് ലോഡ് എ മാനേജർ മസ്റ്റ് കാൽക്കുലേറ്റ്. ഇങ്ങനെ ഈ ഹോസ്പിറ്റലിന്റെ വലിപ്പവും എണ്ണവും എല്ലാം നോക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവിടെ വരുന്ന പേഷ്യൻസിന്റെ സ്വഭാവ രീതികളാണ്. ചില പേഷ്യൻസ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, ചില പേഷ്യൻസ് അല്ലെ മിനിമം കെയർ കൊടുക്കേണ്ടതായിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ മെഡിസിൻ ഒക്കെ എടുക്കുന്നതിന് അല്ലെ മെഡിസിൻ കാര്യങ്ങൾക്കൊന്നും അവർക്ക് നേരമാണ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇടയ്ക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടൊക്കെ ഒരവസ്ഥ വരും.
അതേമാതിരി തന്നെ ഫുൾ കെയർ കൊടുക്കേണ്ടതുണ്ടാവും. അവർക്ക് ഭക്ഷണവും ആരെങ്കിലും നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് റൈസ് ട്യൂബ് ഒക്കെ കൊടുത്ത് ഭക്ഷണം കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, ഇടയ്ക്ക് ചെരിച്ച് കിടത്തേണ്ടതോ അങ്ങനെ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തെറാപ്പികളൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ എല്ലാ കാര്യത്തിലും നഴ്സുമാരുടെ ഹെൽപ്പ് വേണ്ടി വരുന്ന ഫുൾ കെയർ ഉള്ള പേഷ്യൻസ് ഉണ്ടാവാം. അതേമാതിരി തന്നെ ഇന്റൻസീവ് കെയർ ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്കറിയാം മോണിറ്റർ ചെയ്ത് നോക്കി ഓരോ സമയത്തിനും അവരുടെ ഹാർട്ടും BP എല്ലാ സംഭവങ്ങളും അത് കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട പേഷ്യൻസ് ഉണ്ടാവാം. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം സ്റ്റാഫിങ്ങുകളെ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ എന്താന്നുള്ളത്? ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എന്താണ് നഴ്സിംഗ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഒരു ഫസ്റ്റ് പേജ് അല്ലെ, ഒരു 1.5 പേജ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അല്ല, ഫസ്റ്റ് പേജ്. ഓക്കെ, ഒരു പേജിൽ ഇത്രയും കഴിഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു വരാം. അത് അടുത്ത ഭാഗമൊക്കെ ഇച്ചിരി കൂടി ക്ലിയർ ആവും. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് ആവുന്നത് കൊണ്ട് ഒരു ഇതായിരിക്കുള്ളൂ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.